ഹായ്, വെൽക്കം ടു നിഷാസ് ഓൺലൈൻ അക്കാഡമി. നമ്മുടെ വൈവ, എക്സ്റ്റേണൽ വൈവ എങ്ങനെ അറ്റൻഡ് ചെയ്യാം, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് അതിൽ വരാൻ സാധ്യത, നമ്മൾ എങ്ങനെയാണ് അവരെ നമ്മുടെ ഭംഗിയായി നമ്മൾ ചെയ്ത പ്രൊജക്റ്റിനെ എങ്ങനെയാണ് നമ്മൾ അവരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്തത്, ഇതാണ് നമ്മുടെ ഇന്നത്തെ മുമ്പിലുള്ള നമ്മുടെ വിഷയം. ഓക്കെ, അപ്പോൾ ഞാൻ തുടങ്ങുകയാണ്. നമ്മൾ എക്സ്റ്റേണൽ വൈവ തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം തൊട്ടേ അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ നമ്മൾ ചെയ്യണം. ഓക്കെ, ആദ്യമായിട്ട് വേണ്ടത് നമ്മൾ നമ്മുടെ പ്രൊജക്റ്റ് നന്നായി ഒന്ന് വായിക്കണം. നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള പ്രൊജക്റ്റ് നമ്മൾ വായിക്കണം. അതിൽ 5 ചാപ്റ്റേഴ്സായിട്ടായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ ആണ്, ചാപ്റ്റർ 2 റിവ്യൂ ലിറ്ററേച്ചർ ആണ്, ചാപ്റ്റർ 3 തിയററ്റിക്കൽ ഫ്രെയിംവർക്ക് ആണ്, ചാപ്റ്റർ 4 ഡാറ്റ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ആണ്, ചാപ്റ്റർ 5 ഫൈൻഡിങ്സ്, സജഷൻസ് ആൻഡ് കൺക്ലൂഷൻ എന്നുള്ളതാണ്. ഈ ഒരു 5 ചാപ്റ്ററിനെ കുറിച്ച് നമ്മൾ ആദ്യമായിട്ടൊരു ക്ലിയർ ഐഡിയ, അപ്പോൾ തലേ ദിവസം തന്നെ നമ്മൾ ഒരുപാട് വർക്ക് ചെയ്തതാണ് അല്ലേ, കുറച്ചാഴ്ചയൊക്കെ നമ്മൾ കുറച്ച് ദിവസങ്ങൾ അതിൻ്റെ മുകളിലൊക്കെ വർക്ക് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഹോംവർക്ക് നമ്മൾ എന്തായാലും ചെയ്തിരിക്കണം. നമുക്കതിനെക്കുറിച്ച് ഇനി അതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്ട്സ് ചോദിക്കുമ്പോൾ എന്ത് പറയണം എന്നുള്ളതല്ലേ, അത് ഞാൻ പഠിപ്പിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ടൈറ്റിൽ നമ്മൾ വർക്ക് മനസ്സിലാക്കുക. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ വർക്ക് ചെയ്തിട്ട്, നിങ്ങൾ പലരും പല രീതിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടാവും, അതൊക്കെ ഓരോ ഗൈഡിൻ്റെ സ്ട്രക്ചർ അനുസരിച്ചൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ റിയലി എങ്ങനെയാണ് ആ പ്രൊജക്റ്റിൻ്റെ സ്ട്രക്ചർ പോകുന്നത് എന്നുണ്ടെങ്കിൽ, ആദ്യം നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഏരിയ ഓഫ് സ്റ്റഡിയാണ് നമ്മൾ ആദ്യം തീരുമാനിച്ചിട്ടുണ്ടാവും. ഫിനാൻസിൽ ചെയ്യണോ, HRM ചെയ്യണോ, എക്കണോമിക്സ് കുട്ടികളാണെങ്കിൽ എക്കണോമിക്സിൽ മാക്രോയിൽ ചെയ്യണോ, മൈക്രോ എക്കണോമിക്സിലാണോ ചെയ്തത്, ഇംഗ്ലീഷിലെ കുട്ടികളാണെങ്കിൽ ഏത് ലിറ്ററേച്ചർ ഏരിയയിലാണ് ചെയ്തത്. അപ്പോൾ ആ ഏരിയ, നമുക്ക് ഇഷ്ടമുള്ള ഏരിയ നമ്മൾ സ്റ്റഡി ചെയ്യുന്നു അല്ലേ. ഈ ഏരിയ സ്റ്റഡി എടുക്കുന്ന സമയത്ത് ആദ്യം തന്നെ ഒരു റിസർച്ച്, എന്തിനാണ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നത്? ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നത് നമ്മളൊരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ പ്രോബ്ലത്തിനെ നമ്മൾ എന്ത് ചെയ്യാണ്, എക്സ്പ്രസ് ചെയ്യാണ്. മനസ്സിലായോ, നമ്മുടെ പ്രൊജക്റ്റിലേക്കൂടെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഏരിയ ഓഫ് സ്റ്റഡി ഡിറ്റർമിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീരുമാനമായി നമ്മൾ ഫിനാൻസിലാണ് ചെയ്യുന്നത്, നമ്മൾ HRM ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് തീരുമാനമായി കഴിഞ്ഞാൽ, മാർക്കറ്റിങ്ങിലാണ് നമ്മൾ ചെയ്യുന്നത് എന്നൊക്കെ തീരുമാനമായി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഐഡൻറ്റിഫൈ ചെയ്യണം ഏത് ഏരിയയിൽ ചെയ്തു എന്ന് തീരുമാനിച്ചാൽ എന്തായിരിക്കാം നമ്മുടെ പ്രൊജക്റ്റ്, എന്തിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ ചിലപ്പോൾ റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എടുത്ത് പഠിക്കാം, നല്ലതാണ് അല്ലേ. ഇപ്പോൾ കോമേഴ്സൊക്കെ അല്ലെങ്കിൽ ഹിസ്റ്ററി അല്ലാത്ത ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് റെലവൻ്റ് ആയിട്ട് ഇപ്പോൾ ഉള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അതൊക്കെ പറഞ്ഞു, ടൈറ്റിലൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ ടൈറ്റിൽ എന്താണ് എന്ന്, ഇപ്പം ഞാനൊരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പം ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന ടൈറ്റിൽ എ സ്റ്റഡി ഓൺ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു ChatGPT എമംഗ് സ്റ്റുഡൻസ്. ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് എന്ന് വെച്ചോളൂ. അപ്പോൾ നമ്മൾ വൈവയ്ക്ക് അറ്റൻഡ് ചെയ്യാൻ പോവാണ്. നമ്മുടെ കയ്യിൽ പ്രൊജക്റ്റ് ബുക്കൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ തലേ ദിവസം നമ്മൾ പ്രൊജക്റ്റൊക്കെ നന്നായി വായിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചോദിക്കുകയാണ്. അപ്പോൾ ചെന്ന വഴിക്ക് നിങ്ങളുടെ ഫാക്കൽറ്റിയോട്, ഗൈഡിനോട് ചോദിക്കൂ, എക്സ്റ്റേണൽ എക്സാമിനറായിട്ട് ലേഡിയാണോ അതോ സാറാണോ നമുക്ക് വന്നിട്ടുള്ളത് എന്നുള്ളതിനെക്കുറിച്ച് ആദ്യം ഒന്ന് പോയി ചോദിക്കും. ഓക്കെ, അത് ചോദിച്ചു കഴിഞ്ഞ് ക്ലിയർ ആയി കഴിഞ്ഞാൽ അതെ ഇറ്റ്സ് എ ലേഡി എന്ന് പറഞ്ഞു എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് തന്നെയാണ് നമ്മുടെ ഇൻട്രോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം തന്നെ റൂമിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് നന്നായി ഡ്രസ്സ് ചെയ്യണം, വെൽ ഡ്രസ്ഡ് ആയിരിക്കണം നിങ്ങൾ. ഓക്കെ, അപ്പോൾ കാരണം നമ്മൾ വളരെ പ്രൊഫഷണലി ചെയ്തൊരു സാധനത്തിനെ നമ്മൾ കൊണ്ടുപോയി പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ന് വെച്ചിട്ട് ഭയങ്കര ഓവർ കോട്ടൊന്നും ഇടണം എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ വെൽ ഡ്രസ്ഡ് ആയിരിക്കണം. നല്ല പ്ലെയിൻ ഷർട്ടും ഒക്കെ, ബോയ്സൊക്കെ ആണെങ്കിൽ പ്ലെയിൻ ഷർട്ട് നല്ലതാണ്. പിന്നെ അധികം ഫ്ലവറി ഒന്നും അല്ലാത്ത ഡ്രസ്സാണ് ഇടുന്നതൊക്കെ നന്നായിരിക്കും. നിങ്ങൾ കാണാനും കുറച്ചൊന്നും കൂടെ പ്രൊഫഷണൽ ലുക്ക് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതായത് ബനിയനൊന്നും ഇടരുത് എന്നാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. ഗേൾസ് ആണെങ്കിലും അതെ, വളരെ നന്നായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ പ്രസൻറ്റ് ചെയ്യുക. നമ്മുടെ ഡ്രസ്സ് വളരെ ഗിൽട്ടൊന്നുമുള്ള ഡ്രസ്സുകളൊന്നും അധികം ഇടാതെ കുറച്ച് വളരെ കളർഫുള്ളായിട്ടുള്ള, നമ്മളൊരു ഫങ്ഷനല്ലല്ലോ പോകുന്നത്. സോ നമ്മൾ ചെയ്ത ഒരു പ്രൊഫഷണൽ വർക്കിനെയാണ് നമ്മൾ കൊണ്ടുവന്നത്. അപ്പോൾ ഡ്രസ്സ് ഒന്ന് എടുക്കുമ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് നല്ല ഡ്രസ്സ്, അതുപോലെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് കോൺഫിഡൻ്റ് അല്ലാത്ത ഡ്രസ്സുകൾ നമ്മൾ ഇടണ്ട. നമുക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഡ്രസ്സുകൾ നമ്മൾ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ഡോറിൻ്റെ അവിടെ വൺ ആഫ്റ്റർ ദി അതർ നമ്മളെ വിളിക്കും. നമ്മൾ കുറേ ദൂരെ ഒന്നും പോയി നിൽക്കരുത്. നമ്മുടെ പേര് വിളിക്കുമ്പോൾ നമ്മൾ അപ്പം തന്നെ അവൈലബിൾ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ നമ്പർ വിളിച്ച ഉടനെ തന്നെ നമ്മൾ ആ റൂമിലേക്ക് കടക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ ചോദിക്കുക, മേ ഐ ഗെറ്റ് ഇൻ ചോദിക്കാം, ഒരു പെർമിഷൻ ചോദിക്കുക. മേ ഐ എന്ന് വേണമെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ മേ ഐ ഗെറ്റ് ഇൻ എന്ന് ചോദിക്കാം. ഓക്കെ, ഇതൊക്കെ നമ്മൾ പഠിക്കുക തന്നെ വേണം കേട്ടോ. നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കേണ്ട
അതിനേക്കാൾ, കാരണം നമ്മുടെ പ്രൊജക്റ്റൊക്കെ നമ്മൾ ഇംഗ്ലീഷിലല്ലേ ചെയ്തത്. അപ്പം നമുക്ക് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് നമുക്ക് അത്ര അറിവില്ലായ്മയൊന്നുമില്ല, ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നത് തന്നെയുള്ളൂ. മേ ഐ ഗെറ്റ് ഇൻ ചോദിക്കുന്നു, അവരവിടെ നിന്ന് കടന്നോളാൻ പറയുന്നു. നിങ്ങൾ കയറി ചെന്ന ഉടനെ നോക്കൂ, നമുക്ക് നേരത്തെ അറിയാമായിരുന്നല്ലോ ലേഡിയാണ് എന്നുള്ളത് അറിയാമായിരുന്നു. ഇരിക്കരുത്, ഗുഡ് മോർണിംഗ് മാം എന്ന് പറയാം, ഗുഡ് മോർണിംഗ് മാഡം എന്ന് പറയാം, ഗുഡ് മോർണിംഗ് ടീച്ചർ എന്ന് പറയാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേർഡ് ഏതാണോ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് തോന്നുന്ന ആ വേർഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ കോളേജിലൊക്കെ ആകുമ്പോൾ കൂടുതലും മാഡം എന്നുള്ള വേർഡ് ഉപയോഗിക്കലുണ്ട്. സോ ഗുഡ് മോർണിംഗ് മാം എന്ന് പറയാം. ചിലപ്പോൾ അവിടെ 2 പേരും ഇരിക്കുന്നുണ്ടാവും, നിങ്ങളുടെ ഗൈഡോ അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ് ടീച്ചറോ, ചിലപ്പോൾ ആരെങ്കിലും ഇൻറ്റേർണൽ എക്സാം 2 പേര് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ 2 പേരെയും വിഷ് ചെയ്യണം. ഗുഡ് മോർണിംഗ് മാം, ഗുഡ് മോർണിംഗ് സർ, ഗുഡ് മോർണിംഗ് മാഡം, ഗുഡ് മോർണിംഗ് മാഡം. അപ്പോൾ ഗുഡ് മോർണിംഗ് മാഡംസ് എന്ന് പറയില്ല, 2 പേർക്കും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഗുഡ് മോർണിംഗ് പറയാം. ഓക്കെ, അപ്പോൾ അവരും തിരിച്ച് നിങ്ങളെ ഗുഡ് മോർണിംഗ് വിഷ് ചെയ്യും. അതുപോലെ അവർ നിങ്ങളോട് ഇരിക്കാൻ, നിങ്ങൾക്ക് ജസ്റ്റേഴ്സിൽ കൂടി ആയിരിക്കാൻ പറയാം. ചിലപ്പോൾ സിറ്റ് ഡൗൺ എന്ന് പറയാം, ചിലപ്പോൾ നിങ്ങളോട് കൈ കൊണ്ട് കാണിച്ചിട്ട് പറയാം, ഇരിക്കൂ എന്ന് പറയാം. പറഞ്ഞില്ല എന്നും വരും, അതൊക്കെ അവരുടെ രീതികളാണ്. എന്തായാലും അവരുടെ കയ്യിൽ നിന്ന് ഒരു നോഡ് കിട്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഇരിക്കേണ്ടത്. നമ്മൾ സീറ്റിൽ ഇരിക്കുമ്പോൾ നമ്മളായിട്ട് ഒരുപാട് വലിച്ചിടരുത് കസേര. നമ്മൾ കസേര എന്ത് ചെയ്യണം, കസേര പതുക്കെ ഒന്ന് നമ്മൾ നീക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഒന്ന് ഉയർത്തി നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് വെക്കുക എവിടേക്കാണോ, എന്നിട്ട് നമ്മൾ കയറി ഇരിക്കുക. കയറി ഇരുന്ന് പറഞ്ഞാൽ ആ ടേബിളിൽ നമ്മൾ തൊടരുത്. നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ 2 കൈയും നമ്മുടെ ലാപ്പിൽ വെച്ചാൽ മതി, കാഷ്വലായിട്ട്. നമ്മുടെ കയ്യിൽ പ്രൊജക്റ്റ് ബുക്ക് ഉണ്ടാവും, പ്രൊജക്റ്റ് ബുക്കിനെ ഇങ്ങനെ ഹോൾഡ് ചെയ്യരുത്, പ്രൊജക്റ്റ് ബുക്കിനെ 1 ഹാൻഡിൽ ഫോൾഡ് ചെയ്യുക, ഇങ്ങനെ നമ്മൾ സൈഡ് ഇതിലേക്ക് നമുക്ക് ഫോൾഡ് ചെയ്യാം. ഇങ്ങനെ കൂട്ടി ഇങ്ങനെ പൊതിഞ്ഞ് പിടിക്കരുത്. ഓക്കെ, അത് ഒറ്റ ഹാൻഡിൽ നമ്മൾ പിടിച്ചിട്ടുണ്ടാവും. അത് നമുക്ക് നമ്മുടെ പ്രൊജക്റ്റ് റഫ് കോപ്പി നമ്മുടെ കയ്യിലായിരിക്കും. ആ റഫ് കോപ്പി നമ്മുടെ മടിയിൽ വെക്കുക, അതിൻ്റെ മുകളിൽ നമ്മുടെ 2 കൈയും വെക്കുക. അത് കഴിഞ്ഞാൽ അവർ പറയട്ടെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് അവർ പറയും. ആ പറയുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ചെയ്യാം. ഓക്കെ, ഇനി അത് പറയുമ്പോൾ ഫസ്റ്റ് അവർ തുടങ്ങുന്നത് ചിലപ്പോൾ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്നുള്ളതായിരിക്കാം. സോ നമുക്ക് നോക്കാം, അടുത്ത വീഡിയോയിൽ കാണിക്കാം എങ്ങനെയാണ് നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത് കാണാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതേപോലെ തന്നെ ഷെയർ ചെയ്യണം. ഓക്കെ, അടുത്ത വീഡിയോയിൽ തന്നെ ഞാൻ ചെറിയ ഷോർട്സ് ആയിട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യുമ്പോഴോ എവിടെയെങ്കിലും വെച്ച് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങൾക്ക് എടുത്ത് നോക്കാമല്ലോ. ലോങ് വീഡിയോസ് ബുദ്ധിമുട്ടാണെന്ന് കുറച്ച് പേര് പറഞ്ഞു, അതുകൊണ്ടാണ് ചെയ്യുന്നത്. സോ ഉടനെ തന്നെ അടുത്ത വീഡിയോയിൽ ഞാൻ ഇടുന്നുണ്ട്, എങ്ങനെയാണ് നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇടുന്നുണ്ട്. താങ്ക്